ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു ഭൂരി ഉണ്ടാക്കാം. അതിന് ഇതുപോലത്തെ ഗ്ലാസ്സിന് 2 ഗ്ലാസ് പൊടി ഇട്ടത് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് ശകലം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ശകലം മതി കേട്ടോ ബേക്കിംഗ് സോഡ. ഒരു ശകലം ഉപ്പ്, രണ്ട് സ്പൂൺ പഞ്ചസാര, ഒരു മുട്ട, അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, ശകലം മാത്രം അത്. പിന്നെ കുറച്ച് മാത്രം പാല്. ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് നല്ല സോഫ്റ്റ് പരുവത്തിലിരിക്കണം. അതുപോലെ കുഴച്ചെടുത്ത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ ശരിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം. നമുക്ക് അതിനകത്ത് തന്നെ ഞാൻ ഈ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. ഒത്തിരി കനം കുറച്ച് ഉരുട്ടിയെടുക്കരുത്, അന്നേരം നമുക്ക് പൊങ്ങി വരാൻ താമസമാണ്. ഈ ഒരു ഇത് കിട്ടുന്നു. നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം വെച്ചാൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. നമുക്കെല്ലാം ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റോട് കൂടിയ ഒരു ശകലം ഇത് കണ്ടോ, ഒരു ശകലം പോലും എണ്ണ എരി പിടിച്ചിട്ടില്ല. നല്ല സോഫ്റ്റായിട്ട് കണ്ടോ, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന പൂരി റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും ഇതുണ്ടാക്കി കഴിക്കുക. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിന് കറി വേണമെന്നില്ല. കറി ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ പൊട്ടറ്റോ സ്റ്റൂവോ വെജിറ്റബിൾ സ്റ്റൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ അതിൻ്റെ കൂടെ കഴിക്കാനും ചൂടോടെ കഴിക്കാൻ നല്ല രസമാണ്. ചുമ്മാ ചായ മാത്രം ഉണ്ടെങ്കിലും മതി ഇത് നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ അത്ര നല്ല ടേസ്റ്റുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ അമർത്തണം. സപ്പോർട്ട് ചെയ്യാൻ ഒരു രീതിയിലും മറക്കരുത്. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.